Welcome, my dear students. Previous videos we were discussing about monotonic sequence and its convergence. So in this video, we will discuss some examples related to the convergence of monotonic sequence or the convergence in general. So let's discuss a particular sequence. Let xn is equal to 1 plus 1 by 2 plus 1 by 3 plus 1 by 4 plus etc. 1 by n. Then check whether xn is convergent or not. So നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട് xn which is of the form 1 plus 1 by 2 plus 1 by 3 plus etc. plus 1 by n. ആ സീക്വൻസ് കൺവേർജന്റ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കണം. നമുക്ക് ആദ്യം ഈ സീക്വൻസിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാം. സോ ഫസ്റ്റ് ടൈം x1 ഷുഡ് ബി, അതായത് സീക്വൻസ് എന്ന് വെച്ചാൽ റെസിപ്രോക്കൽസ് എടുക്കുക നാച്ചുറൽ നമ്പേഴ്സിന്റെ, എന്നിട്ട് n വരെയുള്ള റെസിപ്രോക്കൽ സം ചെയ്യുക. സോ n is equal to 1 ആവുമ്പോൾ 1 മാത്രമേ കാണത്തുള്ളൂ. n is equal to 2, x2 should be equal to 1 plus 1 by 2. Okay. n is equal to 3 ആവുമ്പോൾ x3 should be equal to 1 plus 1 by 2 plus 1 by 3. x4 should be equal to 1 plus 1 by 2 plus 1 by 3 plus 1 by 4. x5 അങ്ങനെ നമുക്ക് സീക്വൻസിന്റെ ടേംസ് ജനറലി ഇങ്ങനെയാണ് എഴുതുന്നത്. സോ നമുക്ക് ആദ്യമായിട്ട് ഈ സീക്വൻസിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഓക്കെ, ഈ സീക്വൻസ് മൊണോട്ടോണിക് ആണോ അല്ലയോ എന്ന് നോക്കാം. സോ അതിനുവേണ്ടി xn plus 1 should be equal to 1 plus 1 by 2 plus 1 by 3 plus etc. 1 by n plus 1 by n plus 1. ഒബ്സർവ് ചെയ്യുക, 1 plus 1 by 2 plus etc. 1 by n വരെയുള്ള ടേം ആക്ച്വലി ഈസ് xn. ഇതുവരെയുള്ള ടേം xn ആണ്. xn plus 1 എന്ന് വെച്ചാൽ xn വരെയുള്ള ടേമിനകത്തുനിന്ന് 1 by n plus 1 കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, സോ x1നോടൊപ്പം 1 by 2 ആഡ് ചെയ്യുമ്പോഴാണ് x2 കിട്ടുന്നത്. x2നോടൊപ്പം 1 by 3 ആഡ് ചെയ്യുമ്പോഴാണ് x3 കിട്ടുന്നത്. സോ xn-നോടൊപ്പം 1 by n plus 1 ആഡ് ചെയ്യുമ്പോഴാണ് xn plus 1 കിട്ടുന്നത്. സോ ജനറലി xn plus 1 should be equal to xn plus 1 by n plus 1. അല്ലെങ്കിൽ xn plus 1 minus xn should be equal to 1 by n plus 1. n natural numbers ആണെങ്കിൽ 1 by n plus 1 is always greater than 0. So in general, xn plus 1 minus xn should be greater than 0, which implies xn plus 1 is greater than xn for all n. Okay, so xn plus 1 greater than xn ആണെങ്കിൽ we can call xn to be a monotonic increasing sequence. So നമ്മുടെ സീക്വൻസ് ഒരു monotonic increasing sequence ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു monotonic increasing sequenceന്റെ കൺവേർജൻസ് ആണ് നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ടത്. നമ്മുടെ സീക്വൻസ് monotonic increasing ആണ്. നമുക്ക് monotone convergence theorem വെച്ചിട്ട് a monotonic increasing sequence or a monotonic sequence is convergent if and only if it is bounded. Okay, നമ്മുടെ സീക്വൻസ് xn monotonic increasing ആയതുകൊണ്ട് okay, it is convergent if and only if it is bounded. monotonic increasing കേസിൽ bounded എന്ന് വെച്ചാൽ ആക്ച്വലി bounded above ആയാൽ മതി. ഓക്കെ, കാരണം monotonic increasing sequence എപ്പോഴും bounded below ആണ്. അതിന്റെ ഏറ്റവും ചെറിയ ടേം x1 ആണ്. സോ നമ്മുടെ സീക്വൻസിന്റെ കൺവേർജൻസ് ഒബ്സർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സീക്വൻസ് ബൗണ്ടഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ സീക്വൻസ് കൺവേർജന്റ് ആണോ എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതിന് പകരം നമ്മുടെ സീക്വൻസ് ബൗണ്ടഡ് ആണോ എന്ന് കണ്ടെത്തേണ്ടത്. നമ്മുടെ സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ എപ്പോഴും കൺവേർജന്റ് ആയിരിക്കും, കാരണം സീക്വൻസ് മൊണോട്ടോണിക് ആയതുകൊണ്ട്. സോ ഇനി ബൗണ്ടഡ്നെസ് ആണ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ സീക്വൻസ് ആസ് എ ഹോൾ എടുക്കില്ല, പക്ഷെ സീക്വൻസിന്റെ അകത്തെ ചില സ്പെഷ്യൽ ടേംസ് നമ്മൾ എടുത്താണ് നമ്മൾ കൺവേർജൻസ് അല്ലെങ്കിൽ ബൗണ്ടഡ്നെസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, സോ അതിനുവേണ്ടി ഒബ്സർവ് ചെയ്യുക, നമ്മൾ 2ന്റെ പവേഴ്സ് ആയിട്ടുള്ള സീക്വൻസിന്റെ ടേംസ് മാത്രം എടുക്കും. നമ്മുടെ സീക്വൻസ് എന്ന് വെച്ചാൽ x1, ഓക്കെ, x2, x3, x4, x5, x6, x7, x8, x9, x10, etc. ഇങ്ങനെ പോവാം. ഇതിന്റെ അകത്ത്
ഇൻഡെക്സ് 2ന്റെ പവേഴ്സ് ആയിട്ട് വരുന്ന ടേംസ് മാത്രം എടുക്കുക. അപ്പം x2 എടുക്കണം, which is actually 2 raised to 1. x4 എടുക്കണം, which is actually x2 square. അടുത്തത് x8 എടുക്കണം, which is actually x2. അടുത്തത് എടുക്കേണ്ടത് x16 എടുക്കണം, which is actually 2 raised to 4. ഇങ്ങനെ ജനറലി ഈ സീക്വൻസിന് ടേംസ് മാത്രം എടുക്കുക. നമ്മൾക്കൊരു അതായത് x2 raised to n എന്ന് പറയുന്ന സീക്വൻസിന്റെ ടേംസ് മാത്രം എടുക്കുക. അതായത് x2, x4, x8, x16, etc. ഓക്കെ. സോ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ എടുത്തു എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ സീക്വൻസ് കൺവേർജന്റ് ആണെങ്കിൽ, ഓക്കെ, ഈ സീക്വൻസ് കൺവേർജന്റ് അല്ലെങ്കിൽ ഇത് ബൗണ്ടഡ് ആണെങ്കിൽ നമുക്ക് ബൗണ്ടഡ്നെസ് ആണ് വേണ്ടത്. സോ ഈ സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എടുത്ത ഈ പുതിയ സീക്വൻസ് ബൗണ്ടഡ് ആയിരിക്കണം. ഓക്കെ. സോ ഇനി തിരിച്ച് ഈ സീക്വൻസ് x2, x4, x8, x16 എന്ന് പറയുന്ന ഈ സീക്വൻസ് ബൗണ്ടഡ് അല്ലെങ്കിൽ അത് ആ സീക്വൻസിന്റെ ടേംസ് എല്ലാം നമ്മുടെ ഒറിജിനൽ സീക്വൻസിന്റെ അകത്തെയും ടേംസ് ആണ്. സോ ഇത് ബൗണ്ടഡ് അല്ലെങ്കിൽ നമ്മുടെ ഒറിജിനൽ സീക്വൻസും ബൗണ്ടഡ് അല്ല. സോ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത് ഈ x2 raised to n എന്ന് പറയുന്ന നമ്മൾ എടുത്ത സീക്വൻസിന്റെ ടേംസ് ബൗണ്ടഡ് അല്ല എന്നാണ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്. സോ അത് ബൗണ്ടഡ് അല്ലെങ്കിൽ ഈ സീക്വൻസും ബൗണ്ടഡ് ആകില്ല. സോ മൊണോട്ടോണിക് സീക്വൻസ് ആണ്, ബൗണ്ടഡ് അല്ല, വിച്ച് മീൻസ് ഇറ്റ് ഈസ് നോട്ട് കൺവേർജ്. ഇതാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ. നമുക്ക് ഇങ്ങനെ x1, x2, x3 എടുത്താൽ നമുക്ക് കൺക്ലൂസീവ് ആയിട്ട് എളുപ്പത്തിൽ റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ x2 raised to n എന്ന് പറയുന്ന ഒരു ചില സബ് ക്ലാസ് എടുത്ത് അതിന്റെ ബൗണ്ടഡ്നെസ് ഒബ്സർവ് ചെയ്തത്. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ അതിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന സബ് ക്ലാസ് ഓഫ് സീക്വൻസ്, ഇതിനെ സബ് സീക്വൻസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, ആ സബ് സീക്വൻസും ബൗണ്ടഡ് ആയിരിക്കണം. ഇനി തിരിച്ച് ഒരു സബ് ക്ലാസ് ഓഫ് സീക്വൻസ് അല്ലെങ്കിൽ ഒരു സബ് സീക്വൻസ് ബൗണ്ടഡ് അല്ലെങ്കിൽ സീക്വൻസും എന്തല്ല, ബൗണ്ടഡ് അല്ല. ഓക്കെ. അപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സീക്വൻസ് എടുക്കുന്നതിന് പകരം സീക്വൻസിൽ നിന്ന് നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് ഒരു സീക്വൻസ് എടുക്കുന്നു. ആ സീക്വൻസ് ആണ് x2 raised to n. ഇതിന്റെ ബൗണ്ടഡ്നെസ് ആണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ. സോ x2 raised to n ന്റെ ഫസ്റ്റ് ടേം ഈസ് ആക്ച്വലി x2 raised to 1, which is actually 1 plus 1/2. ഓക്കെ. സോ അതങ്ങനെ തന്നെ കിടന്നോട്ടെ. നെക്സ്റ്റ് ഈസ് ആക്ച്വലി x2 square, which is x4. x4 എന്ന് വെച്ചാൽ 1 plus 1/2 plus 1/3 plus 1/4. ഓക്കെ. ഇവിടെ തൊട്ട് നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നു. ഇവിടെ 2 സ്ക്വയർ, അതായത് 2 സ്ക്വയർ ആകുമ്പോൾ 1/4 എന്ന് വെച്ചാൽ 2 സ്ക്വയർ ആണ്. ഇവിടെ 1/2 raised to 1 ശേഷമുള്ള രണ്ട് ടേംസ് 1/3ഉം 1/4നും പകരം അതിനെക്കാട്ടിലും ചെറിയ വാല്യൂ ആയ 1/4 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തും. ഓക്കെ. സോ 1/4 എന്നുള്ളത് 1/3യെക്കാട്ടിലും ചെറുതാണ്. 1/4 എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/4 ആണ്. സോ 1/4 പ്ലസ് 1/4 ഈസ് ആക്ച്വലി ലെസ് ദാൻ 1/3 പ്ലസ് 1/4. ഓക്കെ. സോ ഈ രണ്ട് വാല്യൂസിനും പകരം അതിനെക്കാട്ടിലും ചെറുതായിട്ടുള്ള 1/4 സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. സോ ഈ സമ്മ് ടോട്ടലി ചെറുതാകും. സോ ഇത് വലുതാകും. സോ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 പ്ലസ് 1/2 പ്ലസ് 1/4 പ്ലസ് 1/4. 1/4 plus 1/4 is actually 2/4, which is actually 1/2. So the answer becomes x4 should be greater than 1 plus 1/2 plus 1/2, which is actually 1 plus 2/2. Okay, which is equal to x2 square. Pattern observe ചെയ്യുക. 2 raised to 1 വന്നപ്പോൾ 1 plus 1/2 ആയി. 2 raised to 2 വന്നപ്പോൾ 1 plus 2/2 ആയി. അങ്ങനെ ഒരു പാറ്റേൺ ഒബ്സർവ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ. അടുത്തത് x2 ക്യൂബ്, അതായത് x8 എടുക്കുക. x8 എന്ന് വെച്ചാൽ നമുക്കറിയാം 1 പ്ലസ് 1/2 പ്ലസ് 1/3 പ്ലസ് 1/4 പ്ലസ് 1/5 പ്ലസ് 1/6 പ്ലസ് 1/7 പ്ലസ് 1/8. ഇതുവരെയുള്ള ടേംസ് ആക്ച്വലി x2 സ്ക്വയർ ആണ്. ഓക്കെ. x2 സ്ക്വയറിനോടൊപ്പം 1/5 പ്ലസ് 1/6 പ്ലസ് 1/7 പ്ലസ് 1/8 ഈ ടേംസ് ആണ് നമ്മൾ ചെയ്തത്. ഇത് ഇവിടെ തൊട്ട് മുമ്പ് ചെയ്തതിന്റെ കൂട്ട് ഏറ്റവും ലീസ്റ്റ് വാല്യൂ ആയിട്ടുള്ള 1/8 ഇതിനെല്ലാത്തിനും ഈ 4 വാല്യൂസിന് പകരം 1/8 നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തും. സോ അതിനെക്കാട്ടിലും ചെറിയ വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത്. സോ ദിസ് ഈസ് ആക്ച്വലി ഗ്രേറ്റർ ദാൻ x2 സ്ക്വയർ പ്ലസ്
1 by 8 plus 1 by 8 plus 1 by 8 plus 1 by 8, which is actually 4 times 1 by 8. Okay, which is actually 4 by 8. Now x2 square പകരം നമുക്ക് x2 square is actually greater than 1 plus 2 by 2. അത് substitution നടത്തുമ്പോൾ x2 cube is actually greater than 1 plus 2 by 2 plus 1 by 2, which is actually equal to 1 plus 3 by 2. ഇവിടെ 2 cube വന്നപ്പോൾ ഇവിടെ 3 by 2. ഇതാണ് ഒബ്സർവ് ചെയ്യുക. ഓക്കെ, അടുത്തത് x2 raised to 4. ഓക്കെ, x2 raised to 4 എന്ന് വെച്ചാൽ ഈ 1 by 8 വരെയുള്ള ടേംസ് ഉണ്ട്, അതിനോടൊപ്പം 1 by 9 plus 1 by 10 plus etc 1 by 16 വരെ വരും. സോ x2 raised to 4 നെ x2 cube plus 1 by 9 plus 1 by 10 plus 1 by 11 plus etc 1 by 16 ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇവിടെ ഒബ്സർവ് ചെയ്യുക, ഇവിടെ നമ്മൾ 2 ക്യൂബ് എടുത്തപ്പോൾ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് വരുന്നത് 2 സ്ക്വയർ ടേംസിനകത്താണ് നമ്മൾ 1 by 2 ക്യൂബ് കൊടുത്തത്. ഓക്കെ, അങ്ങനെയാണ് 4 by 8 വന്നത്. ഇവിടെയും 2 raised to 4 ടേംസ് എടുക്കുമ്പോൾ 1 by 9 തൊട്ട് 1 by 16 വരെ 2 ക്യൂബ് ടേംസ് ഉണ്ട്. ഓക്കെ, എല്ലാത്തിനും പകരം നമ്മൾ കൊടുക്കുന്നത് 1 by 2 raised to 4 ആണ്. 2 raised to 4 ആകുമ്പോൾ 2 cube termsന് 1 by 2 raised to 4 substitution നടത്തും. Okay, so this is actually greater than x2 cube plus നമ്മൾ 2 cube termsന് 8 terms വരും, 1 by 9 തൊട്ട് 1 by 16 വരും, പകരം 2 raised to 4 കൊടുക്കും. Okay, 1 by 2 raised to 4. So x2 raised to 4 is actually greater than x2 cube plus 1 by 2. x2 cube is actually greater than 1 plus 3 by 2. So x2 raised to 4 is actually greater than 1 plus 3 by 2 plus 1 by 2, which is 1 plus 4 by 2. ഇവിടെ 4 വന്നപ്പോൾ ഇവിടെയും 4 വന്നു. ഇതാണ് പാറ്റേൺ. സിമിലർലി നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുക, x2 raised to 5. x2 raised to 5 നെ നമുക്ക് x2 raised to 4 അതായത് 1 plus 1 by 2 plus etc 1 by 16 വരെ ഉണ്ട്, പിന്നീട് 1 by 17 plus 1 by 18 plus etc 1 by 32. ഓക്കെ, സോ ഇവിടെയും ചെയ്യുന്നത് ഇത്രയും ടേംസ്, ഇവിടെ 2 raised to 5 ആണെങ്കിൽ ഇവിടെ ബാക്കിയുള്ള റിമൈനിങ് ടേംസ് 2 raised to 4 ടേംസ് വരും, അതായത് 16 ടേംസ്, 17 തൊട്ട് 32 വരെ 16 ടേംസ് ഉണ്ട്. അതിനെല്ലാത്തിനും പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത് 1 by 2 raised to 5 ആണ്. 1 by 2 raised to 5 എന്ന് വെച്ചാൽ 1 by 32. Okay, so this is actually greater than x2 raised to 4 plus 2 raised to 4 divided by 2 raised to 5. So x2 raised to 5 is actually greater than x2 raised to 4 plus 1 by 2. x2 raised to 4 is actually greater than 1 plus 4 by 2. So x2 raised to 5 is actually greater than 1 plus 4 by 2 plus 1 by 2, which is equal to 1 plus 5 by 2. So ഇവിടെ 5 വന്നപ്പോൾ ഇവിടെയും 5 വന്നു. Okay, so similarly x2 raised to 6 എന്തായിരിക്കും? x2 raised to 6 can be written as x2 raised to 5 plus 1 by 33 plus etc 1 by 64. ഇവിടെ ടോട്ടൽ 2 raised to 5 ടേംസ് വരും, അതിനെല്ലാത്തിനും പകരം 1 by 2 raised to 6 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു. So which is greater than x2 raised to 5 plus 2 raised to 5 into 2 raised to 6. x2 raised to 5 ന് പകരം 1 plus 5 by 2 എന്ന് കൊടുക്കാം. So x2 raised to 6 is greater than 1 plus 5 by 2 plus 1 by 2, which is equal to 1 plus 6 by 2. So you observe the pattern. ഇതൊരു പാറ്റേൺ ആണ്. നമ്മൾ ഇനി അടുത്തത് ജനറലി x2 raised to n നെ നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. So which we will discuss in the next video.